ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഭാവി സമ്പദ് വ്യവസ്ഥയോടുള്ള പ്രതിബദ്ധതയും സ്ത്രീ തൊഴിലാളികളുടെ ശാക്തീകരണവും പ്രതിഫലിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ തൊഴിൽ പരിഷ്കാരങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യയും കാനഡയും സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചു. സംയോജിത കൃഷിയിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. 6ാമത് അന്താരാഷ്ട്ര കാർഷിക ശാസ്ത്ര കോൺഗ്രസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. വിഖ്യാത ബോളിവുഡ് താരം ധർമ്മേന്ദ്ര അന്തരിച്ചു. അനുശോചനമറിയിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. INS മാഹി നാവികസേനയുടെ ഭാഗമായി കമ്മീഷനിംഗ് മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നടന്നു. വാർത്തകൾ വിശദമായി. ഭാവി സമ്പദ് വ്യവസ്ഥയോടുള്ള പ്രതിബദ്ധതയും സ്ത്രീ തൊഴിലാളികളുടെ ശാക്തീകരണവും പ്രതിഫലിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ തൊഴിൽ പരിഷ്കാരങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള മൂല്യ ശൃംഖലയിൽ ഇത് രാജ്യത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ ലേഖനം പങ്കുവച്ചുകൊണ്ട് വിശ്വസ്തനായ ഒരു ആഗോള പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ ഉയർച്ചയെ ലോകം അംഗീകരിക്കുന്നുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഗുരു തേജ് ബഹാദൂർജിയുടെ 350ാമത് ഷഹീദി ദിവസ് അനുസ്മരണത്തിനായുള്ള പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകുന്നേരം കുരുക്ഷേത്ര സന്ദർശിക്കും. ഗുരുവിന്റെ അനുസ്മരണാർത്ഥം പ്രത്യേക നാണയവും സ്മാരക സ്റ്റാമ്പും ശ്രീ മോദി പുറത്തിറക്കും. വൈകുന്നേരം തീർത്ഥാടന കേന്ദ്രമായ ബ്രഹ്മസരോവറിൽ പ്രധാനമന്ത്രി ദർശനം നടത്തും. ഈ മാസം 15 മുതൽ അടുത്ത മാസം 5 വരെ കുരുക്ഷേത്രയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഗീതാ മഹോത്സവത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് നടത്തുന്ന ചടങ്ങാണിത്. നാളെ അയോധ്യ നഗരത്തിൽ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. രാജ്യത്തിന്റെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജസ്റ്റിസ് സൂര്യകാന്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു റിപ്പോർട്ട്. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുൾപ്പെടെ സുപ്രീം കോടതിയുടെ നിരവധി നിർണായക വിധികളിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ഭാഗമായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ച ബെഞ്ചിലും പെഗാസസ് സ്പൈവെയർ കേസ് പരിഗണിച്ചതും രാജ്യദ്രോഹ നിയമം താൽക്കാലികമായി നിർത്തിവെച്ചതുമായ ബെഞ്ചുകളിൽ അദ്ദേഹം അംഗമായിരുന്നു. ഹരിയാന സ്വദേശിയായ ജസ്റ്റിസ് സൂര്യകാന്ത് ഹരിയാന അഡ്വക്കേറ്റ് ജനറലായും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ജഡ്ജായും ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വിഖ്യാത ബോളിവുഡ് താരം ധർമ്മേന്ദ്ര അന്തരിച്ചു. 89 വയസ്സായിരുന്നു. മുംബൈയിലെ വസതിയിൽ വച്ചായിരുന്നു അന്ത്യം. 2012 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. 300-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രശസ്ത സിനിമാ നടി ഹേമ മാലിനി അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ബോളിവുഡ് താരങ്ങളായ സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ, ഈഷ ഡിയോൾ എന്നിവരുൾപ്പെടെ 6 മക്കളുണ്ട്. ധർമ്മേന്ദ്രയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും കാനഡയും സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഇൻഡോ കനേഡിയൻ ബിസിനസ് ചേംബറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. We have finalized the terms of reference and decided to launch free trade agreement negotiations and fast track them with the intention of bringing trade and investments on both sides to really reflect the close friendship and partnership that our two countries enjoy. ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഗീതാ മഹോത്സവത്തിൽ സജ്ജമാക്കിയ ഹരിയാന പവലിയൻ രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഹരിയാനയുടെ നാടോടി കല, സംസ്കാരം, പുരാതന സാംസ്കാരിക പൈതൃകം തുടങ്ങിയവ പവലിയനിലെ പ്രദർശനത്തിൽ വിഷയമാക്കിയിട്ടുണ്ട്. ബ്രഹ്മസരോവറിലെ പുരുഷോത്തംപുര ബാഗിൽ മധ്യപ്രദേശ് പവലിയനും കുരുക്ഷേത്ര സർവകലാശാലയിലെ ശ്രീമദ് ഭഗവത്ഗീത സദനിൽ 3 ദിവസത്തെ അന്താരാഷ്ട്ര ഗീതാ സെമിനാറും ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശ്രീബുദ്ധന്റെ തിരുശേഷിപ്പുകൾ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുന്നതിന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഭൂട്ടാനിലെത്തി. ഭൂട്ടാൻ സംഘടിപ്പിച്ച ആഗോള സമാധാന പ്രാർത്ഥനാ ഉത്സവത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ സൂക്ഷിച്ചിരുന്ന തിരുശേഷിപ്പുകൾ ഭൂട്ടാന് കൈമാറിയത്. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചതിന് ശേഷം 99% എന്യൂമറേഷൻ ഫോമുകൾ വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഈ മാസം 4-നാണ് രണ്ടാം ഘട്ട വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചത്. അടുത്ത വർഷം ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ വോട്ടർ പട്ടിക പരിഷ്കരണം അവസാനിക്കും. കർഷകർക്ക് ഏറെ പ്രയോജനകരമായ സംയോജിത കൃഷിയിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ 6ാമത് അന്താരാഷ്ട്ര കാർഷിക ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക രംഗത്തെ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ അടുത്ത 5 വർഷത്തേക്കുള്ള സംയോജിത കൃഷി പദ്ധതി തയ്യാറാക്കണമെന്ന് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. आप पर बड़ी जवाबदारी है. आप आधुनिक महर्षि हैं और एग्रोनॉमी के हमारे वैज्ञानिक ज्ञान को व्यवहारिक कैसे बनाएं और प्रभावी समाधानों में कैसे परिवर्तित करें, जिनसे हमारा स्मार्ट एग्री फूड सिस्टम विकसित हो सके, खाद्य पोषण और पर्यावरण भी सुरक्षित हो सके. इसके लिए आप सब और जो आप सोचें वो किसान के खेत तक पहुंच सके. ഗുവാഹത്തിയിൽ നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3-ാം ദിവസമായ ഇന്ന് ഇന്ത്യ 1-ാം ഇന്നിംഗ്സിൽ 201 റൺസിന് ഓൾ ഔട്ടായി. ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 288 റൺസിന്റെ ലീഡ് നേടി. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ന് കളി അവസാനിപ്പിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 26 റൺസ് നേടിയിട്ടുണ്ട്. INS മാഹി നാവികസേനയുടെ ഭാഗമായി. മാഹി ക്ലാസ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിന്റെ ആദ്യ കപ്പലായ INS മാഹിയുടെ കമ്മീഷനിംഗ് മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നടന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സായുധ സേനകളുടെ ഐക്യത്തിന് ഉദാഹരണമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. Today I am reminded that the strength of armed forces lies in synergy. The sea, land and the skies form a single continuum of national security. And together the Army, Navy and Air Force form the trinity of India's strategic strength. We are an operation lie in every domain, from Ladakh to the Indian Ocean, from information warfare to joint logistics. Op Sindoor was an apt example towards that synergy. ഗോവയിലെ പനാജിയിൽ നടക്കുന്ന 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള 5-ാം ദിവസമായ ഇന്നും പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് സജീവം. ജാപ്പനീസ് ചിത്രമായ 2 Seasons 2 Strangers, അൽബേനിയൻ ചിത്രമായ ഹന, ഗോവിന്ദ് നിലാനിയുടെ പാർട്ടി എന്നിവയുൾപ്പെടെ നിരൂപക പ്രശംസ നേടിയ സിനിമകൾ ഇന്ന് പ്രദർശിപ്പിച്ചു. പ്രസിദ്ധ ചലച്ചിത്രകാരൻ രാജ്കുമാർ ഹിരാനി തന്റെ ചില ക്ലാസിക് സിനിമകളിലെ അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് നടത്തിയ ക്ലാസും ഇന്ന് ശ്രദ്ധേയമായി. കേരളത്തിൽ തദ്ദേശ പൊതുതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. മുന്നണികൾ പ്രചാരണത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ തിരിക്കുകയാണ്. സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം മുതിർന്ന നേതാക്കളും കൂടുതൽ സജീവമാകും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ളവർക്ക് പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച ആരംഭിക്കും. അടുത്ത മാസം 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ നടക്കും. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 6.5%, അടുത്ത സാമ്പത്തിക വർഷത്തിൽ 6.7% വളർച്ച കൈവരിക്കുമെന്ന് സ്റ്റാൻഡേർഡ് ആൻഡ് പുവറിന്റെ ആഗോള റേറ്റിംഗ് പ്രവചിക്കുന്നു. നികുതികളിൽ പ്രതീക്ഷിക്കുന്ന ഇളവുകളും പണനയത്തിന്റെ ലഘൂകരണങ്ങളും ഉപഭോഗാധിഷ്ഠിത വളർച്ചയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. യുക്രൈൻ നഗരമായ ഖർക്കീവിൽ ആക്രമണം നടത്തി റഷ്യ. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ദീർഘകാല സുരക്ഷാ നടപടികൾ ഉറപ്പാക്കുന്നതിനുമുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് ആക്രമണം. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാവി സമ്പദ് വ്യവസ്ഥയോടുള്ള പ്രതിബദ്ധതയും സ്ത്രീ തൊഴിലാളികളുടെ ശാക്തീകരണവും പ്രതിഫലിപ്പിക്കുന്നതാണ് സർക്കാരിന്റെ പുതിയ തൊഴിൽ പരിഷ്കാരങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യയും കാനഡയും സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചു.
സംയോജിത കൃഷിയിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. 6ാമത് അന്താരാഷ്ട്ര കാർഷിക ശാസ്ത്ര കോൺഗ്രസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. വിഖ്യാത ബോളിവുഡ് താരം ധർമ്മേന്ദ്ര അന്തരിച്ചു. അനുശോചനം അറിയിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. INS മാഹി നാവികസേനയുടെ ഭാഗമായി. കമ്മീഷനിംഗ് മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.